തുടങ്ങിയിട്ട് ഇപ്പം ഒരു 2 ആഴ്ച എന്തായി തോന്നുന്നു. അങ്ങനല്ല വീഡിയോ ഇടാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് ഒരു 3 വീഡിയോ ഞാൻ കണ്ടിന്യൂസ് ഇട്ടായിരുന്നു. ഇന്ന് വീഡിയോ ഇട്ടില്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര എന്തോ ചെയ്യാത്ത പോലെ ഭയങ്കര എന്തോ ഒരു തോന്നല്. വീഡിയോ ഒന്നും ഇല്ലായിരുന്നു, എടുത്തില്ല. അതുകൊണ്ട് ഇടാൻ ഞാൻ. അപ്പോൾ നമ്മൾ നാളെ ഒരു വീഡിയോ ഇടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇപ്പോൾ പൊന്നിപ്പോൾ നമ്മളോട് പോവാം. പൊന്നു ഭയങ്കര ഷൈയാ. പൊന്നു നമ്മളിപ്പോ എവിടെ പോവാ? എന്തിനു പോവാ? അതാരെ പറയുന്നു മൂളുന്ന ഉമ്മ ഇരിപ്പുണ്ട് പുറകില്. കേട്ട ടാറ്റ വരുന്ന പൊന്നു ഇത് പറ, എന്താണ് എന്ത് മേടിക്കാൻ പോവാ നമ്മള്? സാധനം മേടിക്കാൻ പോകും. അതെ, വീട്ടിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടി പോകണം. റിലയൻസിൽ എന്തോ ഓഫറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പൊന്നു. അപ്പം സാധനം മേടിക്കാൻ വേണ്ടി പോകാം. അപ്പം ഇതിൻ്റെ ഇടയിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദിലും നാസിമും റോഷനില്ല. നമ്മളുടെ 2 വീഡിയോയിലും 3 വീഡിയോ ഇട്ട് അതിൻ്റെ 2 വീഡിയോയിൽ അവന്മാരുണ്ട്. അപ്പം എല്ലാവരും മിസ് ചെയ്യുന്നു. ഒരുപാട് 4 പേരെ കമന്റ് ചെയ്യുന്നു. അവരെല്ലാവരും പറയണം അതിനെ റോഷനെയൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്നെന്ന് പറയണം. അതെ, ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യണം അവർക്ക് വേണ്ടി. ഇതിൻ്റെ വീഡിയോസിൽ കമന്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, 2-3 പേരുണ്ട്. അവർ പറയണം ആദിലിനെയും റോഷനെയും നാസിമിനെയും മിസ് ചെയ്യുന്നെന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ റിലയൻസ് മാളിലോട്ട് കയറാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ വണ്ടി ഇങ്ങനെ വളയ്ക്കണം. കാരണം അങ്ങാണ് യൂ ടേൺ ഉള്ളത്. കാരണം അങ്ങാണ് യൂ ടേൺ ഉള്ളത്. വൈഡാങ്ങൾ തന്നെ നല്ലത്. ഹസീന പ്ലീസ് കീപ് ക്വയറ്റ്. വീണ തന്നെ എവിടെ കൊണ്ട് ഇടിച്ചാണെങ്കിലോ അതാ പ്രശ്നം. എൻ്റെ ഉമ്മയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്ത് കണ്ടാലും ഉമ്മ ഇങ്ങനെ അയ്യോ, ചെറിയൊരു കാര്യം മതി. ഫോണൊക്കെ വിളിക്കാൻ നേരത്ത് ഇപ്പം ഉമ്മയുടെ ആരെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞു എടി അവന് ഇതുപോലൊരു തലവേദനയും വയറുവേദനയും എടി. ഉമ്മ ഉടനെ അയ്യോ തലവേദനയും വയറുവേദനയും. ഉമ്മ അങ്ങനെയാ, ഞാൻ ഇതല്ലേ ഇടും. അപ്പം നമ്മൾ റിലയൻസ് മാൾ എത്താറായിട്ടുണ്ട്. ആ വണ്ടിയുടെ ഫ്രണ്ട് എന്തോ തേങ്ങയൊക്കെ വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. ചില്ലൊക്കെ അകത്ത് ഇരിക്കും. ആ കേൾക്കുന്ന സൗണ്ട് എൻ്റെ ഉമ്മയുടെയാണ്. അതെന്താ ഉമ്മയെ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉമ്മയ്ക്കൊരു ചമ്മല് വരാനായിട്ട്, അതുകൊണ്ടാണ്. എല്ലാവരും എപ്പോഴും ഞാൻ കൊണ്ടുവന്നത്. നമ്മൾ റിലയൻസ് മാൾ എത്തി. അകത്തേക്ക് കയറട്ടെ. ഇതാണ് പ്രശ്ശേരി ആലപ്പുഴയിലെ റിലയൻസ് മാളല്ല, റിലയൻസിൻ്റെ കട. മാളെന്നാണ് പക്ഷെ വാതൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നത്. എന്നാൽ അത് കടയെ പോലെയാണ്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റിലയൻസ് മാളിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഉമ്മയ്ക്ക് എന്തിൻ്റെ അകത്ത് കയറാനാണ് പേടി? എന്തിൻ്റെ അകത്ത് കയറാനാണ് പേടി? ഇതുണ്ടോ ഉമ്മയ്ക്ക് പേടി? ഇത് സീനില്ല. അത് തന്നെ എനിക്കും പേടിയുണ്ട്. അതെല്ലാവർക്കും സ്വാഭാവികമായിട്ട് പേടിയാണ്. പക്ഷെ എനിക്കിപ്പോൾ പേടിയില്ല. ഇതാണ് നിങ്ങൾ കാത്തിരുന്ന റിലയൻസ് മാൾ. ഇവിടെ നിരവധി പെട്ടികളുണ്ട് ഓഫറിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ടാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് കയറട്ടെ, എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. ഇവിടെ എല്ലാത്തിനും എന്തോ ഓഫർ ഇട്ടിട്ടുണ്ട് അവർ. എന്തോ അരിക്കൊക്കെ ഇത് ഉണ്ടോ
ഈ അരിക്കൊക്കെ 49 രൂപ ഉള്ളൂ, അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നതായിട്ട്. എല്ലാത്തിനും ഓഫറാണ്. അപ്പോൾ നമ്മൾ അരി മേടിക്കാൻ പോകണം. 10 കിലോ അരിക്ക് 569 രൂപ ഉള്ളൂ. ഭയങ്കര ഓഫറാണ് ഇവിടെ. ഗൈസ് ഇവിടെ ഓഫറിൻ്റെ ബഹളമാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം മേടിക്കട്ടെ. മേടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോയി ബില്ലടിക്കണം. അതായത് ഇത്ര സാധനം മേടിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ വേറെ എന്തൊക്കെ മേടിക്കുന്നുണ്ട് അവരവിടെ നിന്ന്. ഗ്ലാസ് ഇവിടെയാണ്. അപ്പോൾ ഗൈസ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. കറണ്ട് പോയി റിലയൻസ് മാളിൽ. ഗൈസ് നമ്മൾ എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ് ബില്ലടിക്കാൻ. കുറേ കൗണ്ടറുണ്ട്, പക്ഷേ ചിലതിലൊന്നും ആളില്ല ബില്ലടിക്കാൻ. ഗൈസ് അപ്പോൾ നമ്മൾ സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സാധനമെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ അവരവിടെ പറ്റിച്ചതാണ്. 3059 രൂപ. നമ്മൾ നോക്കി നിന്നാൽ കേട്ടാ. നമ്മൾ ഇത്രയും സാധനം മേടിച്ചു. ഗൈസ് നമ്മൾ സാധനമൊക്കെ മേടിച്ചു, തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഭയങ്കര മഴ. ആലപ്പുഴയിലെ ഭയങ്കര മഴ ഇപ്പോൾ 2-3 ദിവസമായിട്ട്. അപ്പം എന്ത് ഓഫറാന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. സാധനം എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോൾ 3060 രൂപയായി. എങ്ങനെ 3060? എങ്ങനെയാ 3060 രൂപ എന്നറിയാത്ത. അത്രയും മേടിച്ചോണ്ട് അവരൊരു ബുക്കും തന്നു. അതെ, അത്രയും മേടിച്ച 3060 രൂപയൊക്കെ മേടിച്ചപ്പോൾ അവരൊരു ബുക്ക് തന്നു. എന്നിട്ട് പറയാ അടുത്ത ആഴ്ച ഒന്ന് 1500 രൂപ മേടിച്ച 100 രൂപ കുറച്ച് തരാം. അതിന് വാലിഡിറ്റി ഉണ്ട് കേട്ടോ. 1 തൊട്ട് 30 വരെ ഉള്ളൂ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇതിൻ്റെ അകത്ത്, എന്തോ ബില്ല് എന്തൊക്കെയുണ്ടെന്ന് പറയുന്നിട്ട്. അവിടെ ഉള്ള സാധനത്തിൻ്റെ വില ഉൾപ്പെടെ. അങ്ങനെ നമുക്കെന്തിനാ അതിൻ്റെ അവിടെ വെണ്ടയ്ക്കാശ്വരത്തി എഴുതി വെച്ചിട്ടില്ലേ വില, നമുക്ക് അതൊന്നും കിട്ടാൻ പോരെ. ഗൈസ് പുറകിൽ ഏതോ ധൃതിയുള്ളവരുണ്ടെന്ന് തോന്നുന്നു. സിഗ്നൽ ആകുന്നതിന് മുമ്പ് ഹോൺ അടിച്ചു തുടങ്ങി. പൊന്നെന്താ പറയാനുള്ള ഈ സന്ദർഭത്തിൽ 3000 രൂപ ഒന്നും പറയണ്ട. അപ്പോൾ ഗൈസ് ഉമ്മയും പൊന്നും ഉമ്മയുടെ വീട്ടിൽ പോവാണ്. കാരണം അവർക്ക് എൻജോയ് ചെയ്യണമെന്നാണ് പറയുന്നത് 2 ദിവസം. ഉമ്മ പറയുന്നു ഉമ്മയ്ക്കൊരു എൻജോയ്മെന്റ് ഇല്ല. ഇപ്പം ഉമ്മയെ കൊണ്ടാക്കിയിട്ട് തോന്നുന്നില്ല അങ്ങനെ. പൊന്നും ഉമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോവാണെന്ന് തോന്നുന്നു ഒരു 1-2 ദിവസം. അപ്പോൾ നമ്മൾ കപ്പക്കട പെട്രോൾ പമ്പിലെത്തി. പെട്രോൾ അടിക്കട്ടെ. പെട്രോൾ അടിച്ചിട്ട് ഇവരെ കൊണ്ടാക്കിയിട്ട് ഞാനും പോട്ടെ. ഗൈസ് പുന്നപ്രയിൽ റോഡ് പണിക്ക് വേണ്ടി കുഴിച്ചതാണ്. ആക്ച്വലി ഇപ്പം അവിടെ ഒരു അരുവി പോലെയായി. വളരെയധികം മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞാനും എനിക്ക് ഈ കാഴ്ച പങ്കിടാൻ ബുദ്ധി പറഞ്ഞത് എൻ്റെ ഉമ്മയാണ്. പുറകിരിപ്പുണ്ട്. ഉമ്മ പറഞ്ഞാ ബുദ്ധി ഇനിയാണ്. സോറി, പൊന്നുവാന്നാ പറയുന്നത്. നല്ല രസമുണ്ടെന്നാണ് ഉമ്മ പറയുന്നത്. അപ്പോൾ നമ്മൾ ഉമ്മയും പൊന്നിനെ കൊണ്ടാക്കട്ടെ. ബാക്കി പിന്നെ കാണാം. ഓക്കെ, ബായ്. അപ്പോൾ ഗൈസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെല്ലെല്ലാം ഞെക്കുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. അപ്പോൾ ബായ്.